മാൻഡിവില്ല പ്ലാന്റ് എപ്പോഴും പലരും വാങ്ങി നടാറുണ്ടെങ്കിലും കൃത്യമായ കെയറിങ് അറിയാത്തതുകൊണ്ട് എപ്പോഴും നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയാലോ? നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ. മോസ്റ്റ് കോമൺലി 4 കളേഴ്സിലാണ് ഈ പ്ലാന്റ് കാണാറുള്ളത്. റെഡ്, യെല്ലോ, വൈറ്റ് ആൻഡ് പിങ്ക്. 4 കളേഴ്സിലാണ് ഉണ്ടാവാറുള്ളത്. ഈ പിങ്കിൻ്റെ തന്നെ പല വെറൈറ്റീസും ഉണ്ടാവാറുണ്ട്. അതേപോലെ റെഡിൻ്റെയും പല വെറൈറ്റീസും ഉണ്ടാവാറുണ്ട്. അതിൽ ഇപ്പോൾ ഈ 4 കളേഴ്സിലും റെഡാണ് എല്ലാവർക്കും പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ്. പിങ്കും വൈറ്റും യെല്ലോയൊക്കെ കോമൺ ആയിട്ട് പിന്നെയും പിടിച്ച് കിട്ടാറുണ്ട്. റെഡാണ് കുറച്ച് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചെടി. അതിന് റീസണും ഉണ്ട്. പിടിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ റെഡിന് കുറച്ച് റേറ്റും മാർക്കറ്റിൽ കൂടുതലാണ്. അതേപോലെ യെല്ലോയിലുണ്ട് കേട്ടോ വെറൈറ്റീസ്. യെല്ലോയിൽ കാണാൻ കുറച്ചൊരു അത്ര രസമില്ലാത്ത ലീഫുള്ള ഒരു യെല്ലോയും, പിന്നെ ഇപ്പോൾ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള റൗണ്ട് ലീവ്സ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള യെല്ലോയും അവൈലബിൾ ആണ്. അതിൻ്റെ പൂക്കൾ കുറച്ച് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതാണ് ഡിഫറൻസ്. യെല്ലോയിൻ്റെ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് അതാണ് വരുന്നത്. ഓരോ പ്ലാന്റ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഓരോ പ്ലാന്റിനും ലീഫിന് നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ യെല്ലോ ആയിക്കോട്ടെ, പിങ്ക്, റെഡ്, വൈറ്റ് എല്ലാത്തിനും അതിൻ്റേതായ ലീഫ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ലീഫ് വെച്ചിട്ട് തന്നെ പ്ലാന്റ് കണ്ടുപിടിക്കാൻ പറ്റും ഏത് കളറാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, റെഡ് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ റെഡിന് കുറച്ച് കെയറിങ് അത്യാവശ്യമാണ്. മെയിനായിട്ട് നമ്മൾ മാൻഡിവില്ല പ്ലാന്റ് വയ്ക്കുമ്പോൾ നന്നായിട്ട് ലൈറ്റുള്ളൊരു ഏരിയയിൽ വേണം വയ്ക്കാനായിട്ട്. ഔട്ട്ഡോർ ലൈറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മാൻഡിവില്ല. ലൈറ്റിനോടൊപ്പം തന്നെ സൺലൈറ്റും അത്യാവശ്യമാണ്. ആവശ്യത്തിനുള്ള ലൈറ്റാണ് ഇതിനെപ്പോഴും ഫ്ലവർ തരാൻ ഹെൽപ്പ് ചെയ്യുക. 365 ദിവസവും ഫ്ലവർ തരുന്നൊരു പ്ലാന്റാണ് ഈ മാൻഡിവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ്. ഇപ്പം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത്. അപ്പോൾ ഈ സൈസിലുള്ള ഒരു തൈകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ പോട്ട് ചെയ്യാൻ നോക്കാം. പോട്ട് ചെയ്യുമ്പോൾ ചകിരിച്ചോറ് മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. നല്ല ചരലുള്ള മണ്ണും കൂടിയുള്ളൊരു പോട്ടിംഗ് മിക്സിൽ നടുക. അതിൽ നിങ്ങൾ ഫംഗിസൈഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മണ്ണും ചരളോട് കൂടിയ മണലും അതിനോടൊപ്പം തന്നെ ഫംഗിസൈഡ്സ് സാഫ് പോലത്തെ എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ നടുക. പ്ലാന്റ് നട്ട് ഒരു 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 മന്തിന് ശേഷം മാത്രം വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പോട്ട് മിക്സിൻ്റെ കൂടെയും ഇട്ട് കൊടുക്കാം. പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളപ്രയോഗങ്ങളെല്ലാം മന്ത്ലി വൺസ് കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ സാഫും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്സ് സ്യൂഡോമോണസോ സാഫോ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത്. ജൈവവളങ്ങളാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണകപ്പൊടി മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ജൈവവളങ്ങളായിട്ടുള്ളതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്ലവർ തന്നോളും. ഇത് 1 മന്ത് കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം. ഈ ചെടീനെ നമുക്ക് മണ്ണിലും നടാം കേട്ടോ. മണ്ണിലും നട്ടിട്ട് വളർത്താം, അതേപോലെ ചട്ടിയിലും വളർത്താം. മണ്ണിൽ നട്ടാലും ചട്ടിയിൽ നട്ടാലും ഇതിനൊരു സപ്പോർട്ടീവ് സിസ്റ്റം അത്യാവശ്യമാണ്. ഇതൊരു ക്രീപ്പറാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു ക്രീപ്പറിനെ താങ്ങി നിർത്താൻ പാകത്തിനുള്ള കമ്പി കൊണ്ട് ചുറ്റിയിട്ടുള്ള ഒരു പോട്ടിലാണ് നടുന്നതെങ്കിൽ ചുറ്റിലും കമ്പി വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ള ഒരു കൂടാരമാണ് ഇതിന് വളരെ ഇഷ്ടം. അതായത് കയറിപ്പോകാൻ ഏറ്റവും ഇഷ്ടം അതാണ്. അതല്ല നമ്മൾ നിലത്താണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല ഒരു വെള്ളം കെട്ടിക്കിടക്കാത്ത നീർവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് വേണം നടാനായിട്ട്. നമുക്ക് കമ്പുകളൊക്കെ കുത്തിപ്പിടിപ്പിച്ച് അതിൽ നടാം. ഇപ്പം നിങ്ങൾ പ്ലാന്റ് വാങ്ങിയിട്ട് പോട്ട് ചെയ്യുന്ന സമയത്ത് പോട്ടിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 10 ഡേയ്സെങ്കിലും ഒരു കൂളിങ്ങും ഒരു തണുപ്പും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് കിട്ടിയാലുടനെ പോട്ടിൽ തന്നെ നടാം, പിന്നീട് മാറ്റി റീപോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്ലാന്റിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രാണികൾ പോലെ ലീഫിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയാലേ കാണുള്ളൂ. ആ ഒരു ഇൻസെക്ട്സ് നമ്മളെ പ്ലാന്റിൻ്റെ നെർവ്സിനെ ഫുള്ളായിട്ട് ഡാമേജ് ചെയ്ത് പ്ലാന്റിനെ ടോട്ടലായിട്ട് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാന്റിനെ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് ഇൻവിസിബിളായിട്ടാണ് കാണാറുള്ളത്. നമുക്കങ്ങനെ ക്ലിയറായിട്ട് മനസ്സിലാവില്ല. തൊട്ട് നോക്കിയാലൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ നമ്മളതിനെ ഒന്നെങ്കിൽ
ഇതേപോലത്തെ ഫംഗിസൈഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഹൈ പ്രഷർ ചെയ്ത് വാട്ടർ ഉപയോഗിച്ച് നല്ല അടിച്ച് കഴുകുന്ന പോലെ അതിൻ്റെ ലീവ്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ കുറച്ച് സോപ്പ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടും നമുക്ക് തുടച്ചെടുക്കാനും കഴിയും. ഈ 2 മെത്തേഡിലൂടെയും ഈ ഇൻസെക്റ്റിനെ നമുക്ക് കളയാൻ കഴിയും. പക്ഷെ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് മുഴുവനായിട്ട് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ റെഡ് പ്ലാന്റ് കൂടുതലായിട്ടും ഡാമേജ് ആവുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടാൽ ഉടനെ ചെയ്യുക. അടുത്തത് വരുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിങ്സ് വെച്ച് തന്നെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് പിടിച്ചിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആലോവേര ജെല്ലിൽ നമ്മളത് ഡിപ്പ് ചെയ്തിട്ടൊക്കെ സ്റ്റെം കട്ടിങ്സ് ആലോവേര ജെല്ലിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ കറക്റ്റ് കൂളിംഗ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചിട്ടാൻ കുറച്ച് പണിയാണ്. സെക്കൻഡായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് എയർ ലെയറിംഗ് ആണ്. എയർ ലെയറിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാൻഡിവില്ല എയർ ലെയറിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു നല്ല ബെസ്റ്റ് മെത്തേഡാണ്. പെട്ടെന്ന് റൂട്ട് പിടിച്ചിട്ടാൻ നല്ലൊരു മെത്തേഡാണ് എയർ ലെയറിങ്. അപ്പോൾ മാൻഡിവില്ലിൻ്റെ കെയർ, പോട്ടിങ്, അതേപോലെ തന്നെ പ്രൊപ്പഗേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള റീപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ള തൈകൾ റെഡും യെല്ലോയും പിങ്കും വൈറ്റും ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഡിഫറെൻറ്റ് റേറ്റാണുള്ളത്. പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് സൈസ് ഡിഫറൻസ് ഉണ്ട്. ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് പിങ്കിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയതെല്ലാം ഫ്ലവർ വിരിയാനായിട്ടുള്ള ചെറിയ തൈകളാണ്. പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോ ഇട്ട് വരാം. ബൈ.